ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോഡിംഗ് ഓഫ് LDPC ആണ്, ലോ ഡെൻസിറ്റി പാരിറ്റി ചെക്ക് കോഡ്സ് ആണ്. നമ്മളതിൻ്റെ ബാക്കി ഡീകോഡിങ്ങിലേക്കാണ് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? നമ്മൾ മറ്റേ ടണൽ ഗ്രാഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, കുറേ കാര്യം നോക്കിയിരുന്നു. അതൊക്കെ ഓക്കെ ആണല്ലോ? കേൾക്കുന്നുണ്ടല്ലേ? ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ, ദെൻ ഡീകോഡിംഗ് ഓഫ് LDPC കോഡ്സ്. അപ്പോൾ നമ്മൾ ഒന്ന് ഓൺ BST, ഡീകോഡിംഗ് ഓൺ BST എന്ന് പറയുമ്പോൾ ബൈനറി സിമെട്രിക് ചാനൽ. ബൈനറി സിമെട്രിക് ചാനലിലാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. ബൈനറി സിമെട്രിക് ചാനൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓർമ്മ ഉണ്ടോ? ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് ബൈനറി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാനൽസ്. ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ചാനലുകളാണ്. അതായത് ഒന്ന് 2 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്ട്സ്. either it may be 0 or 1. ഓക്കെ, ഔട്ട്പുട്ടിലും either it may be 0 or 1, രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യാം, പിന്നെ 0 ആയിട്ട് തന്നെ പോവാം. ഓക്കെ, അത് 1 - p പ്രോബിലിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ 1 ആയിട്ട് തന്നെ പോകാം, 1 - p പ്രോബിലിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ 1 എന്താവാം, 0 ആയിട്ട് ഫ്ലിപ്പ് ചെയ്യാം, 0 എന്താകാം, 1 ആയിട്ട് ഫ്ലിപ്പ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈനറി സിമെട്രിക് ചാനലിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണൊരു ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബൈനറി സിമെട്രിക് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കോഡ് നമ്മൾ ലോ ഡെൻസിറ്റി പാരിറ്റി ചെക്ക് കോഡ്സിൽ എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക എന്നുള്ള കേസാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ അൽഗോരിതം നമ്മൾ പറയുന്നത് ബിറ്റ് ഫ്ലിപ്പിംഗ് അൽഗോരിതം എന്നുള്ളതാണ്. അതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ബിറ്റ് ഫ്ലിപ്പിംഗ്. പിന്നെ പ്രോബിലിറ്റി മെത്തേഡ് വേറെ ഉണ്ട്. നിങ്ങൾ സിലബസിൽ ഇന്ന മെത്തേഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ഡീകോഡിംഗ് എന്ന് മാത്രമേ പറയുന്നു. അപ്പോൾ ബിറ്റ് ഫ്ലിപ്പിംഗ് അൽഗോരിതം എന്തായാലും അതിൽ ആദ്യത്തെ കേസായിട്ട് വരുന്നതാണ് ബിറ്റ് ഫ്ലിപ്പിംഗ്, പിന്നെയാണ് പ്രോബിലിറ്റി വരിക. അപ്പോൾ നമ്മൾ രണ്ട് കേസാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഫസ്റ്റ് എക്സാമ്പിൾ, 1 ട്രാൻസ്മിഷൻ എറർ കേസ്. അഥവാ നമ്മളൊരു കോഡ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു സിംഗിൾ ബിറ്റ് മാത്രം എറർ, ഒരു സിംഗിൾ ബിറ്റ് മാത്രം എന്ത് ചെയ്തു വന്നു, അതാണ് 1 ട്രാൻസ്മിഷൻ എറർ. അല്ലെങ്കിൽ അതുപോലെ തന്നെ അടുത്തത് 2 ട്രാൻസ്മിഷൻ എറർ. ഓക്കെ, 2 ബിറ്റ് എറർ വരുന്ന കേസ്, അല്ലെങ്കിൽ സിംഗിൾ ബിറ്റ് എറർ വരുന്ന കേസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇതാണ്, ഓർമ്മ ഉണ്ടോ? ഇത് കണ്ടത് എവിടെയെങ്കിലും ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഫുൾ സ്ക്രീൻ മോഡൽ ഇട്ട് നോക്കുക, അപ്പോഴേ ഇതിന്റെ താഴെയുള്ളതൊക്കെ കാണുള്ളൂ. ഓക്കെ, ലാപ്ടോപ്പിലാണെങ്കിൽ ഇത് എവിടെ കണ്ടിട്ടുള്ളത് ഈ സംഭവം? ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ലോ ഡെൻസിറ്റി പാരിറ്റി ചെക്ക് കോഡ്സിന്റെ പാരിറ്റി ചെക്ക് മെട്രിക്സ് ആണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള N20 ആയിട്ടുള്ള, അല്ലേ, N20 ആയിട്ടുള്ള N20 J3 K4. എന്തായിരുന്നു J? എന്തായിരുന്നു J? എന്തായിരുന്നു K? എന്തായിരുന്നു? ഓക്കെ, അപ്പോൾ ടോട്ടൽ 20N ഉള്ള ഈ ഒരു പാരിറ്റി ചെക്ക് മെട്രിക്സ് നമ്മൾ ഈ കേസിൽ, അഥവാ ഈ പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉള്ള പിന്നെ ഈ LDPC കോഡിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഉള്ള എക്സാമ്പിൾ തന്നെ എടുത്തേ ഉള്ളൂ, മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള കേസാണ്. ഇതിനെ സബ് ബ്ലോക്കുകളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ കോഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ഡീകോഡിങ്ങിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, 2 ടേംസ് ആണ്. ഒന്ന് പാരിറ്റി ചെക്ക് സെറ്റ് എന്ന് പറയും. അതായത് the set of bits contained in parity check equation constitutes a parity check set. ഓക്കെ, അതായത് ഒരു പിന്നെ പാരിറ്റി ചെക്ക് ഇക്വേഷൻസ്, സെറ്റ് ഓഫ് ബിറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ പാരിറ്റി ചെക്ക് ഇക്വേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ്. അതായത് പാരിറ്റി ചെക്ക് ഇക്വേഷൻസിൽ ഏതെല്ലാം ബിറ്റുകളാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അതാണ് ഒരു പാരിറ്റി ചെക്ക് സെറ്റ് ആയിട്ട് വരിക. അത് ഞാൻ പറയാം, എങ്ങനെയാണ് എഴുതുന്നത് പറയാം. അപ്പോൾ പാരിറ്റി ചെക്ക് സെറ്റ് എന്നുള്ള ടേം നമ്മൾ നോട്ട് ചെയ്യുന്നു. അതിവിടെ നമ്മൾ ഡീകോഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. അതായത് ഒരു പാരിറ്റി ചെക്ക് ഇക്വേഷനിൽ ഏതെല്ലാം ബിറ്റ്സ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്,
Those bits are contained in parity check equation that constitute parity check sets. Okay, parity check set tree is a representation of parity check sets in a tree structure. ഈ പാരിറ്റി ചെക്ക് സെറ്റിന്റെ ഒരു പിന്നെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ, ഒരു ട്രീ സ്ട്രക്ചർ റെപ്രസെന്റേഷൻ ആണ് പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ രണ്ട് കാര്യങ്ങൾ? പാരിറ്റി ചെക്ക് സെറ്റ് എന്താണ്? ഓക്കെ ആണോ? ഓക്കെ, അതെന്താ, എങ്ങനെയാണ് സെറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ ദ സെറ്റ് ഓഫ് ബിറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ എ പാരിറ്റി ചെക്ക് ഇക്വേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ പാരിറ്റി ചെക്ക് സെറ്റ്. അതെന്താന്ന് ഇനി എങ്ങനെയാണെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു തരാം പാരിറ്റി ചെക്ക് സെറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് ആണ് പാരിറ്റി ചെക്ക് ട്രീ. അതിന് മുമ്പ് ആദ്യം നമുക്ക് സെറ്റ് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ആ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഈ കേസിൽ നമുക്കിതിനെ നമ്പർ ചെയ്യാൻ പോകണം. ഇതിന് മുമ്പ് നമ്മൾ നമ്പർ ചെയ്തിട്ടുള്ളതെന്ന് ഒരിക്കൽ എന്ത് ചെയ്യാം, ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇത്രയും കോളംസ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് റോസ് വേണം. ഓക്കെ, റോസിനെയും നമുക്ക് നമ്പർ ചെയ്യാം. എത്ര റോസ് ആയിരുന്നു? 15 റോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഈ കേസിൽ ഏതൊക്കെ ബിറ്റുകളാണ് പാരിറ്റി ചെക്ക് ഇക്വേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ ബിറ്റുകളാണ്? ഫസ്റ്റ് റോയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബിറ്റ്സുകളാണ് എന്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഒരു പാരിറ്റി ചെക്ക് ഇക്വേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സീറോസ് ആണ്. ക്ലിയർ ആണോ? ബാക്കിയെല്ലാം സീറോസ് ആണ്. ഓക്കെ, അപ്പോ അതിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ മതി. ആ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നോക്കുക എന്താ വരുന്നത് ആ ചെക്ക് സെറ്റിൽ ഉണ്ടോ? പാരിറ്റി ചെക്ക് സെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ വരുന്നത്? 1 2 3 4 ആണ്. ഓക്കെ, ഫസ്റ്റ് റോയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് റോന്റെ കേസിൽ ഏതൊക്കെ ബിറ്റുകളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 1 2 3 4. റെഡിയാണോ? ഇനി അടുത്തതിലേക്ക് നോക്കുക. എങ്ങനെ സെറ്റ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇതാണ്. രണ്ടാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ നമ്പർ ഇട്ടതാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ ഏതൊക്കെ വരും? ഇതുണ്ടോ? ഏതാ വരുന്നത്? 5 6 7 8 അല്ലേ? 5 6 7 8 ആണ്. അപ്പൊ 2 എന്ന് പറയുന്നതിൽ 2 സെക്കൻഡ് ബിറ്റ് ഏതൊക്കെയാണ്? ഏതൊക്കെ ബിറ്റുകളാണ് സെക്കൻഡ് റോയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 5 6 7 8 ബിറ്റ്സ് ആണ് അവിടെ പാരിറ്റി ചെക്ക് ഇക്വേഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് പാരിറ്റി ചെക്ക് സെറ്റ്. ഓക്കെ, അടുത്ത കേസിലുള്ള പാരിറ്റി ചെക്ക് സെറ്റ് നോക്കുക. അടുത്ത കേസിൽ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 9 10 11 12. ഓക്കെ, അതിൻ്റെ അടുത്ത് എന്ത് വരും? 13 14 15 16. അതിനടുത്തത് 17 18 19 20. ഓക്കെ, അങ്ങനെ ആയിരിക്കും പാരിറ്റി ചെക്ക് സെറ്റ് വന്നിട്ടുണ്ടാവുക. എന്താ ഇനി അത് 6th വൺ നോക്കൂ. 6th വൺ എങ്ങനെ വരുന്നത് നോക്കൂ. 6th സെറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ചോദിക്കും. 6th വൺ നോക്കൂ. ഇവിടെ 1 ഉണ്ട്, 1 കഴിഞ്ഞാൽ പിന്നെ 5 ഉണ്ട്, പിന്നെ 6 7 8 9 ഉണ്ട്, 10 11 12 13. ഓക്കെ, കണ്ടോ? 6th റോയിൽ ഏതൊക്കെ ബിറ്റ്സ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? 1 5 അല്ലേ? 1 5 9 1 5 9 13. റെഡിയാണോ? ഈ പറഞ്ഞ കാര്യം റെഡിയാണോ? സിറാജ്, അർച്ചന ഓക്കെ ആണല്ലോ? അർച്ചനന്റെ അഡ്രസ് ഒന്നുമില്ല? അർച്ചന മ്യൂട്ടാക്കിട്ട് പോയതാണോ? അവിടെ ഉണ്ടോ? ആ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പാരിറ്റി ചെക്ക് സെറ്റുകൾ നമ്മൾ ഫോം ചെയ്യുക. ഓക്കെ, പാരിറ്റി ചെക്ക് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഡീകോഡിങ്ങിൽ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ആണെങ്കിലും തിയറി ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് പാരിറ്റി ചെക്ക് സെറ്റുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ പാരിറ്റി ചെക്ക് സെറ്റ് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പാരിറ്റി ചെക്ക് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സെറ്റ് ഓഫ് ബിറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ പാരിറ്റി ചെക്ക് ഇക്വേഷൻ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ പാരിറ്റി ചെക്ക് സെറ്റ്. ഓക്കെ, ഒരു പാരിറ്റി ചെക്ക് ഇക്വേഷനിൽ ഏതെല്ലാം ബിറ്റുകളാണോ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്
അതാണ് ഒരു പാരിറ്റി ചെക്ക് സെറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ പാരിറ്റി ചെക്ക് സെറ്റിന്റെ ട്രീ ലൈക്ക് സ്ട്രക്ചർ റെപ്രസെന്റേഷനെയാണ് പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ ട്രീ ലൈക്ക് സ്ട്രക്ചർ വരുന്നത് നോക്കാം. അതെങ്ങനെയാണ് ട്രീ വരക്കുന്നത് ഞാൻ പറയാം. ട്രീ വരക്കുന്നത് ഓക്കെ, ഇവിടെ ട്രീ കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ഒന്നാമത്തത് നമ്മൾ ഫസ്റ്റ് കേസ് ഒന്നാമത്തെ ബിറ്റ് ഇവിടെ വരച്ചു 1. ഓക്കെ, ഇനി 1 എങ്ങനെയാണ് ബാക്കി വരക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, അതായത് ഇവിടെ പാരിറ്റി ചെക്ക് ഇക്വേഷൻസിന്റെ നമ്മൾ പാരിറ്റി ചെക്ക് സെറ്റ് എന്ന ആൾ ഇങ്ങോട്ട് പോവാം. ഈ പാരിറ്റി ചെക്ക് സെറ്റിൽ 1 ഉള്ള കേസ് ഏതൊക്കെയാ നോക്കിയേ. പാരിറ്റി ചെക്ക് സെറ്റിൽ 1 എന്ന് പറയുന്ന ബിറ്റ് ഉള്ളത് ഫസ്റ്റ് ബിറ്റുള്ള കേസ് 1 ഇതാണ്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നത് ഇതാണ്. അടുത്തത് ഏതാണ്? ഇതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ 3 എണ്ണത്തിലാണ് 1 എന്നുള്ള ബിറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ 1 എന്നുള്ള ബിറ്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ബാക്കി അവിടെ ഉള്ള എന്താണ്? 2 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ടാവും, 3 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ടാവും, 4 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ടാവും. അടുത്തതിൽ പിന്നെ 1 കഴിച്ചിട്ട് ബാക്കി 5, 9, 13 ഉണ്ടാവും. അതിന്റെ അടുത്തിൽ 1 കഴിച്ച് ഏതൊക്കെ ഉണ്ടാവും? 1 ഒഴിവാക്കി കഴിഞ്ഞാൽ 1 നമ്മൾ ഓൾറെഡി ഇവിടെ താഴെ എടുത്തല്ലോ, 6, 12, 18. അപ്പൊ നോക്കൂ, അങ്ങനെ ആയിരിക്കും വരച്ചിട്ടുണ്ടാവുക. ഒന്നാമത്തത് 1ൽ നിന്ന് ബാക്കിയുള്ള 3 എണ്ണം 2, 3, 4. അത് കഴിഞ്ഞാൽ 5, 9, 13. ഇത് 3 സെറ്റ്, അതായത് 3 കേസേ വരുന്നുള്ളൂ. അതാണ് ആ 1 വരുന്ന 3 കേസേ ഉള്ളൂ. അതുകൊണ്ടാണ് 3 ആരോ അവിടെ 3 ലൈൻ അവിടെ നിന്ന് വരക്കാൻ പറ്റുള്ളൂ. ആ 1. ഹലോ, എന്താണ് സിറാജ? സിറാജ് ഇവിടെ പറഞ്ഞല്ല. ഓക്കെ, അപ്പൊ ഇവിടെ 1 എന്ന് പറയുന്ന ഒരു ബിറ്റിൽ നിന്ന് 3 പ്രാവശ്യം, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ബിറ്റ് 3 ഇക്വേഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 സെറ്റ് ഓഫ് കേസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് 3 ലൈൻസ് നമ്മൾ വരച്ചിട്ടുള്ളത്. ആ ഓരോ സെറ്റിലും 1, 2, 3, 4 എന്നാണ്. അപ്പൊ 1, 2, 3, 4 എന്ന് വന്നു. അടുത്തത് വരുന്നത് 1, 5, 9, 3 എന്നാണ് അല്ലേ. രണ്ടാമത്തെ കേസ് വരുന്നത് 1, 5, 9, 13 എന്നാണ്. മൂന്നാമത്തെ കേസ് വരുന്നത് 1, 6, 12, 18 ആണ്. റെഡിയാണോ? വരച്ചത് റെഡിയാണോ? ഓക്കെ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ ചിത്രം വന്നെന്ന് മനസ്സിലാവില്ല, ട്രീ എങ്ങനെ വന്നെന്ന്. അർച്ചന, അലിയോക്കെ ഓക്കെ അല്ലേ? രണ്ടാമത്തെ കേസിൽ നമ്മൾ അടുത്ത ബിറ്റ് എടുക്കുക. ഇനി സെക്കൻഡ് ബിറ്റ് വരുന്ന ഇതിലൊക്കെയാ നോക്കൂ. സെക്കൻഡ് ബിറ്റ് വരുന്ന കേസ് ഏതൊക്കെയാണ്? 1 ഇതാണ്. പിന്നെ സെക്കൻഡ് ബിറ്റ് വരുന്ന ഏതാ വരുന്നത്? ഇതാണ്. 3 ആണ് അല്ലേ. 1, 2, 3, 4, 2, 6, 10, 7. പിന്നെ 2, 7, 11, 16. ഇതാണല്ലോ. ഇത്രയല്ലേ ഉള്ളൂ? ഓക്കെ, അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടയറാണ്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കേസാണ്. അതിന് ഉണ്ടാക്കേണ്ട കാര്യമല്ല. അടുത്തത് 2ൽ നിന്നാണ് നമ്മൾ പറയുന്നത്. ആ 2ൻ്റെതും 2 എന്ന് പറയുന്ന ബിറ്റുള്ള കേസും 1, 2, 3, 4 തന്നെയാണ്. അപ്പൊ അത് ഓൾറെഡി ഒരു സെക്ഷൻ കഴിഞ്ഞതാണ്. ഇനി നമ്മളത് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ഉള്ളത് എന്തായിരുന്നു? 2, 6, 10, 7. കണ്ടോ, 2ൽ നിന്ന് 2, 6, 10, 7 ആ ബ്രാഞ്ചിലേക്ക് പോയി ട്രീയിൽ നിന്ന്. അതുപോലെ 2ൽ നിന്ന് അടുത്തൊരു ബ്രാഞ്ചാണ് 2, 7, 11, 16. ആ 2 2 ബ്രാഞ്ചായിട്ട് പോയി. 3 കേസാണ് 2 എന്നുള്ള ബിറ്റ് വരുന്ന 3 കേസാണുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? 1, 2, 3, 4. ആ 1, 2, 3, 4 എന്ന് പറയുന്നത് ഓൾറെഡി 1ന്റെ കേസിൽ നമ്മൾ അതൊരു കോമ്പിനേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നീട് നമ്മൾ വീണ്ടും അത് ഫോം ചെയ്യേണ്ട കാര്യമില്ല. അത് 2ൽ പിന്നെയുള്ള രണ്ടാമത്തെ 2 സെറ്റ് എന്ന് പറയുന്നത് ഒന്ന് 2, 6, 10, 17 ആൻഡ് അനദർ വൺ 2, 7, 11, 16 ആണ്. അപ്പൊ വരച്ചത് ക്ലിയർ ആണോ? ഇനി അടുത്ത മൂന്നാമത്തെ നോക്കുക. 3 എന്ന് പറയുന്ന ബിറ്റ് എവിടെയൊക്കെയുള്ളത് നോക്കൂ. 3 എന്ന് പറയുന്ന ബിറ്റ് ഒന്നിലുള്ളത് ഇതിൽ തന്നെയാണ്. 1, 2, 3, 4 സ്റ്റാർട്ട് ചെയ്താൽ മാത്രം നോക്കിയാൽ അല്ല. ഓക്കെ, 3 ഉള്ള ബിറ്റ് എല്ലാം നോക്കുമോ? 1, 2, 3, 4 ഉണ്ട്. ഓക്കെ, വരക്കേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് 3 ഉള്ള ലിസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. നെക്സ്റ്റ് 3, 7, 14, 18, then 3, 18. ഓക്കെ, ഈ സ്റ്റാർട്ട് ചെയ്യാതെയും വരാലോ. 3 എപ്പോഴും സ്റ്റാർട്ട് ചെയ്തോളന്നില്ല. വേറൊരു ബിറ്റിന്റെ ഇടയിൽ 3 ഇൻ ബിറ്റ്വീൻ വരാം. ഒന്നാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് 1 അല്ലേ? 1 അത് 3ലും 9ലും അതെങ്ങനെയാ?
ഒന്നാമത്തെ ബിറ്റ് ബദലപ്പ ചോദിച്ചത് ഫസ്റ്റ് ബിറ്റ് എവിടെയൊക്കെ ഉള്ളത്? ഒന്ന് ഇതിലാണുള്ളത്, വണ്ണുള്ള കേസ്. പിന്നെ ഉള്ളത് എവിടെയാണ്? ഇവിടെയാണുള്ളത്. അത് കഴിഞ്ഞാൽ ഉള്ളത് എവിടെയാണ്? ഇവിടെയാണുള്ളത്. ഈ 3 കേസിലാണ് വണ്ണുള്ളൂ. അപ്പൊ 1 6ലേക്കും 11ലേക്കും അല്ലേ പോവുക? ഒന്നാമത്തെ ബിറ്റിന്റെ കേസിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് എന്ന് പറയുന്ന കേസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 3 4 എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ വരുന്നു. അവിടേക്ക് ഒരു കോമ്പിനേഷൻ. അത് കഴിഞ്ഞിട്ട് 5 9 13 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വന്നു. അതിലേക്ക് പിന്നെ അടുത്തത് 6 12 18 എന്നൊരു കോമ്പിനേഷൻ വന്നു. എന്നിട്ട് ഇനി ആ 2 ആണ് എടുക്കുന്നത്. അടുത്ത നമ്മൾ 2ന്റെ കേസ് എടുക്കുമ്പോൾ 2 വരുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ തന്നെയാണ് ഒരു 2 ഉള്ളത്. പിന്നെയുള്ള 2 ഇതാ ഇവിടെയാണുള്ളത്. അടുത്ത 2 ഉള്ളത് ഇവിടെയാണ്. അപ്പൊ 2 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ 1 1 2 3 4 തന്നെയാണ്. അപ്പൊ അത് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. രണ്ടാമത് 2 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 6 10 7 ആണ്. അപ്പൊ ഇവിടുന്ന് 6 10 17 എന്ന ഒരു കേസാണ് അതിൽ പോവാം. ഓക്കെ, 2ന്റെ കേസിൽ കണ്ടോ? റെഡി അല്ലേ? അത് ഏതിലെങ്കിലും ഒന്നിലേക്ക് പോയാൽ മതി. മനസ്സിലായി. ഏതിലുള്ള എല്ലാത്തിലേക്കും പോണം. ആ ഒന്നാമത്തെ സെറ്റിലുള്ള ഇതൊരു പാത്താണ് കംപ്ലീറ്റ്. 6 10 7 അങ്ങനെ പോവുള്ളൂ. കണക്റ്റഡ് ആയിട്ടാ പോവാം. 2ൽ നിന്ന് 2 പാത്തല്ലേ ഉള്ളത്. ഒന്നുകിൽ 6 10 7 അല്ലെങ്കിൽ അടുത്ത സെറ്റ് എന്താണ്? 2 ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള അടുത്ത സെറ്റ് 7 11 13 ആണ്. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു കേസാണ് നമുക്ക് വരേണ്ടത്. അതായത് ശരിക്കും 2 എന്ന് അതായത് ഇപ്പൊ 2 ഇതിപ്പോ എന്തിനാന്ന് വെച്ചാല് 2 എന്ന് പറയുന്ന ബിറ്റ് എറർ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ പാരിറ്റി ചെക്ക് സെറ്റിൽ വേരിയേഷൻ വരും. അതല്ലെങ്കിൽ ഈ പാരിറ്റി ചെക്കിൽ സെറ്റിലാണ് അത് എഫക്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഈ പാരിറ്റി ചെക്ക് സെറ്റിലാണ് അത് എഫക്ട് ചെയ്യുക ഡീകോഡ് ചെയ്യുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ബിറ്റും ഏതൊക്കെ പാരിറ്റി ചെക്ക് സെറ്റിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നോക്കുന്നത്. പിന്നെ സിറാജ് പറഞ്ഞു നേരത്തെ നമ്മൾ 3 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് മാത്രം നോക്കിയാൽ പോരെ എന്ന് പറയാൻ കഴിയില്ല. കാരണം 3 എന്ന് പറയുന്നത് സപ്പോസ് ഇതല്ലാത്ത വേറൊരു ഇതിന്റെ ഇടയിൽ ഇൻബിറ്റ്വീൻ ആയിട്ടൊരു 3 വന്നു നോക്കി, ഏതെങ്കിലും ഒരു എലമെന്റിൽ 3 വന്നാൽ അത് നമ്മൾ പരിഗണിക്കണം. അപ്പൊ 3 സ്റ്റാർട്ടിംഗ് ഉള്ളത് മാത്രം നോക്കിയാൽ പോരാ, 3 ഉള്ള എല്ലാം നോക്കണം. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം, അത്രേ ഉള്ളൂ. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇവിടെ വരുവാണ്. ഇപ്പോ പിന്നെ നമുക്കൊരു 4 9 3 14 എന്നാണെങ്കിൽ അതും നമുക്ക് വരും. കാരണം 3 അവിടെ സ്റ്റാർട്ടിങ് അല്ല, പക്ഷെ ആ 3നെ നമുക്ക് വേണം. സിറാജ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല നമുക്ക്. നെക്സ്റ്റ് അടുത്തത് ഇപ്പൊ 3 കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വേറെ ഒന്ന് എടുത്ത് നോക്കുക. 4 എടുത്ത് നോക്കുക. 4ൽ വരുന്ന എന്താണ്? 4 ഏതൊക്കെ ബിറ്റിലാണ് വരുന്നത് നോക്കുക. 4 വരുന്നത് 1 1 2 3 4 തന്നെയാണ്. പിന്നെ 4 വരുന്നത് എവിടെയാണ്? ഇതവിടെ 4 11 15 9 ആണ്. പിന്നെ 4 വരുന്നത് 9 14 7. അപ്പൊ ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇത് പിന്നെ വേണ്ട ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി രണ്ടും ചെയ്യാം. 11 15 9 അതുപോലെ തന്നെ 9 14 7 ഉണ്ടോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ് നമുക്കത് വരയ്ക്കാൻ പറ്റും. പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ കംപ്ലീറ്റ് ആക്കിയിട്ട് വരയ്ക്കാം. ലാസ്റ്റത്തെ കേസ് ഒന്ന് വേണം നോക്കൂ. അവസാനത്തെ ബിറ്റ് വരുന്നത് ഓക്കെ, നമ്മൾ അവസാനത്തെ 20 അല്ലെങ്കിൽ നമ്മൾ ഏതായിരുന്നു നമ്മളെ ലാസ്റ്റ് സെറ്റ് ഇവിടെ വരുമ്പോൾ 18 ആണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഓരോ നോക്കിയാൽ മതി. 2 ഉള്ളത് 3 ഉള്ളത് 4 ഉള്ളത് പിന്നെ 5 ഉള്ളത് 9 ഉള്ളത് 13 ഉള്ളത് 6 ഉള്ളത് 12 ഉള്ളത് 18 ഉള്ളത് ഓരോന്നിന്റെ കേസ് നോക്കിയാൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 18ന്റെ കേസ് നോക്കിയാൽ മതി. ലാസ്റ്റ് ഫസ്റ്റ് റോ കഴിഞ്ഞ പിന്നെ അടുത്ത സെക്ഷൻ ഉണ്ടാക്കാനല്ലേ. 18 വരുന്ന കേസ് ഒന്ന് ഇതാണ്, പിന്നെ ഇതാണ് 17 18 19 20 ആണ്. ഇത്രയാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് 18 19 20 വരും. ഓക്കെ, അല്ലെങ്കിൽ 3 7 14 വരും. അതല്ലെങ്കിൽ 1 6 12 വരും. അപ്പൊ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി ഈ 18ന്റെ ഒരു സംഭവം ഉണ്ട്. അതെന്താണ്? 1 6 12 18 ആണ്. അതിന് വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി നമുക്ക് വേണ്ടത് 3 7 4 18 അതുപോലെ തന്നെ 17 18 19 20. അപ്പൊ അത് 18ൽ സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും അല്ല. എന്നിരുന്നാലും ഇപ്പൊ ആ 18 നോക്കൂ. സിറാജ് നേരത്തെ പറഞ്ഞ കാര്യം നോക്കുക. 18 സ്റ്റാർട്ട് ചെയ്യുന്ന കേസ് അല്ല അവിടെ വരുന്നത്. 18ന്റെ ബിറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു പാരിറ്റി ചെക്ക് സെറ്റിലും 18 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ 18 ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളത് നോക്കണം. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പോ 20 നമുക്ക് ഇവിടെ വരുന്നില്ലല്ലോ. അതായത് നമുക്ക് ആദ്യത്തെ കേസ് നമ്മൾ ഉണ്ടാക്കിയില്ലേ. ആദ്യം നമ്മൾ 2ഉം 3ഉം 4ഉം 5 9 ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയി. ട്രീയുടെ ഒന്നാമത്തെ ടയർ ഫിൽ ചെയ്തു.
അടുത്ത ടയറിലേക്ക് പോകുമ്പോൾ ഈ ടയർ എന്നുള്ള ബ്രാഞ്ചുകളാണ് പിന്നെ നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ പോയാൽ മതി. അതാണ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ, അഥവാ ഒരു ഡീകോഡിങ്ങൾ, പാരിറ്റി ചെക്ക്, മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ടാവും, LDPC കോഡ്സിന്റെ. കാരണം ആ ട്രാൻസ്മിറ്റർ സൈഡിൽ ഉണ്ടായിട്ടുള്ള ഒരു പാരിറ്റി ചെക്ക് മെട്രിക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റിസീവർ സെക്ഷനിൽ നമ്മളത് ഡീകോഡ് ചെയ്യുക. അപ്പോൾ റിസീവർ സെക്ഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പാരിറ്റി ചെക്ക് സെറ്റുകൾ ഉണ്ടാക്കണം. പാരിറ്റി ചെക്ക് സെറ്റ് എന്ന് പറയുന്നത് ഓരോ പാരിറ്റി ചെക്ക് ഇക്വേഷനിലും ഏതൊക്കെ പിന്നെ ബിറ്റ്സുകളാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് നമ്മൾ സെറ്റുകൾ ഉണ്ടാക്കുന്നത്. ആ സെറ്റിനെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ എന്നുള്ള ഒരു കോമ്പിനേഷനിലേക്ക് പോകുന്നു. അത് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിലേക്ക് പോകുന്നു. അതിനെ കറസ്പോണ്ടിങ് ആ ടേബിളിനെ നമ്മൾ ട്രീ ആക്കി മാറ്റിയതാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഒരു കേസ്, നമ്മൾ പിന്നെ ഒന്നാമത്തെ കേസ് അനലൈസ് ചെയ്യാണ്. ഒരു സിംഗിൾ ട്രാൻസ്മിഷൻ എറർ കേസ് വരുവാണെങ്കിൽ, ഓക്കെ, ഒരു ട്രാൻസ്മിറ്റഡ് ബിറ്റ് അവിടെ കാണിക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഞാൻ രണ്ട് കേസാണ് പറഞ്ഞത്. ഒന്ന് സിംഗിൾ ട്രാൻസ്മിഷൻ എറർ കേസും അതുപോലെ തന്നെ സെക്കൻഡ് 2 ബിറ്റ് എറർ വരുന്ന ഒരു കേസുമാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിറ്റഡ് ബിറ്റ് നോക്കുക, അവിടെ കാണിച്ചിട്ടുള്ളത് 00 00 01 11 ആ രൂപത്തിൽ എങ്ങനെയാണ് പോകുന്നത്. റിസീവ്ഡ് ബിറ്റ് നോക്കുക, ട്രാൻസ്മിറ്റഡ് ബിറ്റും റിസീവ്ഡ് ബിറ്റും നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പൊസിഷനിൽ ചേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് ബിറ്റ് ഇവിടെ 0 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ബിറ്റ് ഇവിടെ 0 ആണ്, ആ ഫസ്റ്റ് ബിറ്റ് ഇവിടെ 1 ആയിട്ടുണ്ട്. ബാക്കി ഓൾ അതർ ബിറ്റ്സ് ആർ സെയിം. ഓക്കെ, അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യാണ്. ഈ കേസിൽ നമുക്കറിയാം ഫസ്റ്റ് ബിറ്റിലാണ് എറർ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ബിറ്റ് ആണ് നമുക്ക് അറിയില്ല ശരിക്കും. ആക്ച്വൽ കേസിൽ എവിടെയാണ് എറർ സംഭവിച്ചത് നമുക്ക് അറിയില്ല. ഏതോ ഒരു പൊസിഷനിൽ ഒരു സിംഗിൾ ബിറ്റ് എറർ സംഭവിച്ചിട്ടുണ്ടാകും. ആ എറർ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ ശേഷം നമുക്ക് ഡബിൾ ബിറ്റ് പറയാം, 2 പൊസിഷനിൽ ചേഞ്ച് ചെയ്യാൻ പറയാം. ഓക്കെ, നിങ്ങൾ വല്ലതും എഴുതിയെടുക്കണമൊക്കെ ഉണ്ടോ? അതിങ്ങനെ കേട്ടിരിക്കണം. ഓക്കെ ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ബൈനറി സിമെട്രിക് ചാനൽ, അതിന്റെ റെപ്രസെന്റേഷൻ ആണ് നേരത്തെ വരച്ചിട്ടുള്ളത്. There are 2 possibilities, either the 2 inputs, one is 0 and 1, and in case of output there is also 2 possibilities, either it may be 0 or 1. അതിന്റെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഒരു ബൈനറി സിമെട്രിക് ചാനൽ എന്ന് പറയും. അപ്പോൾ ഈ ബിറ്റ് ഫ്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇതിൽ ഒന്നാമത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എററിനെ ഫസ്റ്റ് ബിറ്റിലാണ് എറർ സംഭവിച്ചത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റക്ട് ചെയ്യണം. ഇത് ഓൾറെഡി ഇപ്പൊ നമ്മളൊരു കേസ് എടുക്കുകയായതുകൊണ്ട് നമുക്കറിയാം ഫസ്റ്റ് ബിറ്റിലാണ് എറർ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇൻ ആക്ച്വൽ കേസിൽ, ആക്ച്വൽ സെൻസിൽ നമ്മൾ പറയുവാണെങ്കിൽ ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന് ഇൻഫർമേഷൻ വിട്ട് കഴിഞ്ഞ് റിസീവർ സൈഡിൽ റിസീവ് ചെയ്തു, ബിറ്റ്സ് റിസീവ് ചെയ്തു. അതിൽ എവിടെയാണ് എറർ സംഭവിച്ചത് എന്ന പൊസിഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബിറ്റ് ആണെന്ന് അറിയാം, ആ ഫസ്റ്റ് ബിറ്റ് എങ്ങനെ അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടത് നമുക്ക് ആദ്യം ഏത് കേസാണോ അതിന്റെ പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ വരക്കുക എന്നുള്ളതാണ്. ഓക്കെ, പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ അല്ലെങ്കിൽ പാരിറ്റി ചെക്ക് സെറ്റ് നേരത്തെ ഞാൻ പഠിച്ചു. പാരിറ്റി ചെക്ക് സെറ്റ് വരച്ചു കഴിഞ്ഞാലാണ് പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ വരക്കാൻ പറ്റുക. അപ്പൊ നേരത്തെ കേസ് അതോട് ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്ങനെയാണ് പാരിറ്റി ചെക്ക് സെറ്റ് ഉണ്ടാക്കുന്നതും അതിനെങ്ങനെയാണ് അതിന്റെ ട്രീ വരക്കുന്നത് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കോഡ് തരൂല, കോഡ് തരൂല. അത് തരും, കോഡ് തരും, LDPC തരും. ഇത് അധികവും അത്രയും വലിയ ഒരു മെട്രിക്സ് തന്നിട്ട് പ്രോബ്ലം ചോദിക്കൽ വളരെ കുറവാണ്. കാരണം അത്രയും വലിയൊരു മെട്രിക്സും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനിൽ പ്രിന്റ് ചെയ്തിട്ട് തരണ്ടേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം തരണം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് തിയറി ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിന് തിയറി നമുക്ക് വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് മാർക്ക് കിട്ടില്ല. ഇതുപോലെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പാരിറ്റി ചെക്ക് മെട്രിക്സ് വെച്ച് അത് വെച്ചിട്ട് കേസ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ പ്രോബ്ലം വന്നാലും തിയറി വന്നാലും എഴുതാവുന്ന വിധത്തിൽ ഈ കാര്യങ്ങൾ പഠിക്കും. ക്ലിയർ ആണല്ലോ? പറഞ്ഞ മനസ്സിലായില്ലേ? അത്രയും വലിയൊരു കേസ്, ഇപ്പൊ നമുക്കിപ്പോ ഇത് ഡീകോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു റിസീവ്ഡ് ബിറ്റ് ഇന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. പാരിറ്റി ചെക്ക് മെട്രിക്സ് നമുക്ക് കിട്ടണം. ഈ പാരിറ്റി ചെക്ക് മെട്രിക്സ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് അതിന്റെ മെട്രിക്സ് കറക്റ്റ് ആയിട്ട് തരണം, ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ഫസ്റ്റ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ പല കേസുകൾ ഉണ്ട്. ആ കേസുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു മെത്തേഡാണ് വരും. അപ്പൊ നമ്മളത് തിയറി ആയിട്ട് ചോദിച്ചാലും
പ്രോബ്ലം ആയിട്ട് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പഠിച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ പാരിറ്റി ചെക്ക് സെറ്റുകൾ എഴുതുക, എന്നിട്ട് അതിന്റെ ട്രീ വരച്ച് കാണിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ വരച്ച ശേഷം ഒന്നാമത്തെ ഐറ്ററേഷൻ ആണ്. ഫസ്റ്റ് ഐറ്ററേഷൻ എന്ന് പറയുമ്പോൾ ചെക്ക് ദ പാരിറ്റി ചെക്ക് സെറ്റ് കണ്ടെയ്നിങ് ബിറ്റ് 1 ടു സി ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ്. അതായത് നമ്മൾ ഒന്നാമത്തെ ഇപ്പൊ നമുക്കറിയില്ലല്ലോ ശരിക്കും ഫസ്റ്റ് ബിറ്റാണോ സെക്കൻഡ് ബിറ്റാണോ ഏത് ബിറ്റാണ് ഇവിടെ എറർ വന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 1 എന്ന് പറയുന്ന ബിറ്റുള്ള എല്ലാ പാരിറ്റി ചെക്ക് സെറ്റും എടുത്ത് നോക്കും. ഒന്ന് ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ്, ഈ 3 കേസ് എടുത്ത് നോക്കും. അപ്പൊ അത് പാരിറ്റി ചെക്ക് സാറ്റിസ്ഫൈ. ഇപ്പൊ സപ്പോസ് 1ൽ എറർ ഉണ്ടെന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അല്ലെ, 1ൽ എറർ ഉണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് ഈ കേസിൽ നമ്മൾ എടുത്ത കേസിൽ ഫസ്റ്റ് ബിറ്റ് എറർ ആണ്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യൂല. ഇവിടെ നേരത്തെ നമ്മൾ എടുത്ത കേസിൽ ആകെ ഫസ്റ്റ് ബിറ്റ് മാത്രമേ എറർ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 3 സെറ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പാരിറ്റി കണ്ടീഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ബാക്കിയുള്ള 12 കേസുകളും എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ഈ ഒരു 3 കേസ് മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരിക. ഓക്കെ, അപ്പൊ ഈ 3 കേസ് മാത്രം നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ ഈ പാരിറ്റി ചെക്ക് സെറ്റുകളെ മൊത്തം നമ്മൾ പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 3 സെറ്റ് മാത്രം പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. കാരണം ഈ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ബിറ്റ് ഏതാണ്? ഈ 3 എണ്ണത്തിലും കോമൺ ആയിട്ട് വരുന്ന ബിറ്റ് ഈ 3 കേസുമാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ഈ 3നും കോമൺ ആയിട്ട് കിടക്കുന്ന ആള് 1 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ബിറ്റ് തന്നെ ആയിരിക്കും എന്ത്, എറർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന ഏത് ബിറ്റിലാണോ ചേഞ്ച് വന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ പാരിറ്റി ചെക്ക് സെറ്റ്, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞുള്ളൂ, ട്രീ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പൊ എല്ലായിടത്തും നോക്കുക, എല്ലാ പാത്തിലും നോക്കുക. അപ്പൊ ഏതൊക്കെ പാത്തിലാണ് എല്ലാ പാത്തിന്റെയും പാരിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. എല്ലാ പാത്തുകളും ചിലപ്പോൾ ശരിയായിരിക്കും, ഏതെങ്കിലും ചില പാത്തുകൾ മാത്രം വയലേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ വയലേറ്റ് ചെയ്യുന്ന പാത്ത്, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓൾ ദ 3 പാരിറ്റി ചെക്ക് സെറ്റ്, അഥവാ 1ന്റെ കേസ്, 6ന്റെ കേസ്, 11 ആ 3 കേസുകൾ എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ കേസിലെ 3 കേസ് നമുക്ക് വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, നേരത്തെ മാർക്ക് ചെയ്ത്. അതായത് ഇത് 1, 6 അതുപോലെ തന്നെ 11 ഇത് 3 വയലേറ്റ് ചെയ്യും, ബാക്കിയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതാണ് നമുക്ക് ഇതിനെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, സിൻസ് all 3 of parity check sets containing bit 1 are violated, there is a strong possibility that bit 1 is an error. അതായത് ഈ 3 പാരിറ്റി ചെക്ക് സെറ്റും വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 പാരിറ്റി ചെക്ക് സെറ്റിലും ഉള്ള ഒരു കോമൺ ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് there is a strong possibility that the bit 1 is in error. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് എവിടെയാണ് എറർ എന്ന് സംഭവിച്ചിട്ടില്ല, നമുക്ക് എവിടെയാണ് എറർ എന്ന് അറിയില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് ഇവിടെ എറർ സംഭവിച്ചൊന്നും അറിയില്ല. എല്ലാ പാരിറ്റി ചെക്കിന്റെ എല്ലാ സെറ്റുകളുടെയും പാരിറ്റികൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പൊ ഇവിടെ ഈ 3 എണ്ണം മാത്രം എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടീഷൻസ്, ബാക്കിയെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലുള്ളത് 1, 1, 2, 3, 4 ആണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1, 5, 9, 13 ആണ്. മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് 1, 6, 12, 18 ആണ്. ഈ 3 കേസിലും 1 എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3ഉം വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് പോസിബിലിറ്റി, ഒരു സ്ട്രോങ് പോസിബിൾ ചാൻസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും എന്താണ്, ഈ 1 എന്ന് പറയുന്ന ബിറ്റിനായിരിക്കും എറർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ബിറ്റിനെ നമ്മളൊന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കുക. ഇതാണ് ബിറ്റ് ഫ്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 ആണ് നമുക്ക് പോസിബിലിറ്റി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ദ ഫസ്റ്റ് റിസീവ്ഡ് ബിറ്റ് 1, ദാറ്റ് മീൻസ് ദാറ്റ് ഇപ്പൊ റിസീവ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ തന്നിട്ടുള്ളത് അവർ റിസീവ്ഡ് ബിറ്റ് 1 ആയിട്ടാണ് നമുക്കുള്ളത്. ആക്ച്വൽ കേസിൽ നമുക്കറിയില്ല എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, നമുക്കറിയില്ല, നമുക്ക് റിസീവർ സൈഡിലുള്ളത് മാത്രമേ പറയുള്ളൂ. റിസീവർ സൈഡിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് ബിറ്റ് 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ബിറ്റിനെ ഫ്ലിപ്പ് ചെയ്തു. ഫ്ലിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് നേരെ അടുത്ത കേസ് എടുത്തു. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, ഇവിടുന്ന് ഐദർ 0, 0 ആകാം, 1, 1 ആകാം. അത് എറർ ഇല്ലാത്ത കേസാണ്. 0, 1ഉം 1, 0 ആകുമ്പോഴാണ് എറർ വരിക. ജസ്റ്റ് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തു. അങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഈ പിന്നെ എന്നിട്ട് നമ്മൾ പാരിറ്റി കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അപ്പൊ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ആ 1 ആണല്ലോ പ്രശ്നക്കാരൻ. ആ 1 കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ 1 അതറിയില്ല, അത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈവൻ പാരിറ്റി, ഓഡ് പാരിറ്റി ഒക്കെ.
ഈവൻ പാരിറ്റി സിസ്റ്റം, ഓഡ് പാരിറ്റി സിസ്റ്റം എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ പണ്ട്? അതായത് ഒരു ചെക്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈവൻ പാരിറ്റി സിസ്റ്റം ആണെങ്കിൽ ഇവിടെ മൊത്തം നമ്പർ ഓഫ് വൺസ് എന്തായാലും നമ്മൾ അവിടെ വിട്ടപ്പോൾ എല്ലാ പിന്നെ പാരിറ്റി ചെക്ക് സെറ്റുകളും ഈവൻ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിട്ടത് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു ബിറ്റ് ചേഞ്ച് ചെയ്ത് ഈവൻ ഓടായി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഈവൻ നമ്പർ ഓഫ് ഫണ്ട്സ് ഈവൻ ആണോ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫണ്ട്സ് ഓടാണോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട്. അത് അവിടെ നമ്മൾ തീരുമാനിക്കുന്നതാണ് ട്രാൻസ്മിറ്റർ സെറ്റിൽ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പാരിറ്റി കണ്ടീഷൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാം ഈവൻ പാരിറ്റി ആണ് തീരുമാനിച്ചത്. സപ്പോസ് നമ്മളെല്ലാം ഈവൻ, ഇപ്പൊ നമ്മളെ കേസിൽ ഇപ്പൊ ബിറ്റ് അവർ 0 ആണല്ലോ വിട്ടത്, 0 ആണ് വിട്ട് കഴിഞ്ഞ ബിറ്റ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി എത്രാമത്തെ ബിറ്റ് എന്ന് നോക്കിയാൽ മതി. ഇവിടെ വന്നിട്ടുള്ള ബിറ്റ് നോക്കാം, ഞാൻ പറഞ്ഞുതരാം. 1 2 3 4 എന്ന് പറയുമ്പോൾ റസീവ്ഡ് ബിറ്റ് എങ്ങനെ കിട്ടിയത്? 1 2 3 4. ഫസ്റ്റ് ബിറ്റ് 1 ആണ്, രണ്ടാമത്തെ ബിറ്റ് 0 ആണ്, മൂന്നാമത്തെ ബിറ്റ് 0 ആണ്, നാലാമത്തെ 0 ആണ്. 1 2 3 4. അടുത്ത ഏതായിരുന്നു? അടുത്ത കേസ് ഏതായിരുന്നു? അടുത്ത കേസ് ഏതാണോ? നിങ്ങൾ എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അടുത്ത് വരുന്നത് 6 അല്ല, ഓക്കെ, 1 2 3 4 1 5 9 3. അപ്പൊ 1 5 9 3 നോക്കണം. അതുപോലെ തന്നെ ആദ്യം ഈ ബിറ്റ് ഒന്ന് എഴുതി വെച്ച്, ഈ ബിറ്റ് ഒന്ന് എഴുതി വെക്ക്. ഇത് എഴുതി വെച്ചോ. ഈ ബിറ്റിൽ നോക്കിയിട്ട് പറയുക ഏതൊക്കെയാ വരിക എന്നുള്ളത്. അതായത് 1 2 3 4 എന്ന് പറഞ്ഞാൽ 1 ഉം 4 0 വരിക. പിന്നെ 1 5 9 3 എന്ന് പറയുമ്പോൾ 1 ഉം 5 എത്ര? 5 എത്ര വരുന്നത്? 5 9 13 എത്രയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ പിന്നെ 1, അതേപോലെ തന്നെ 6 12 18 ഏതാന്ന് നോക്കുക. എന്നിട്ട് ഇതിന്റെ ഒരു കോമൺ ഇതിലാണ് അവർ വിട്ടിട്ടുണ്ടാവുക. എല്ലാ ബിറ്റും കംപ്ലീറ്റ് ബിറ്റ് നോക്കിയാൽ എല്ലാത്തിനും ഒരു കോമൺ പാരിറ്റി പ്രൊസീജിയർ ഉണ്ടാവും. സപ്പോസ് ഇവിടെ 0 ആണ് അവർ സെറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്, ഇത് 1 ആകുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് വൺസ് മാറിക്കഴിഞ്ഞു, അതുകൊണ്ട് പാരിറ്റി കണ്ടീഷൻ മാറിയിട്ടുണ്ടാവും. ബാക്കി എല്ലായിടത്തൊന്നും ഈ 1 മാറാത്തത് കൊണ്ട് 5 6 7 8 പാരിറ്റി കറക്റ്റ് തന്നെ ആയിരിക്കും. അവിടെ ഈവൻ വിട്ടത് ഇവിടെ ഈവൻ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ 1 0 0 0 എന്നുള്ളത് ശരിക്കും ആക്ച്വലി 0 0 0 0 എന്നായിരുന്നു. അവരെന്തായിരുന്നു ഈവൻ പാരിറ്റിയിലാണ് സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക അവര്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തായി? 1 ആയപ്പോൾ എന്തായി മാറി? ഓഡ് പാരിറ്റി ആയി മാറി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നേരത്തെയുള്ള പാരിറ്റി കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അത് പറയാം. 2 ബിറ്റിൽ എറർ അടുത്ത കേസിൽ വരാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് കേസ് ഓക്കെ ആണോ? അപ്പൊ സിംഗിൾ ബിറ്റ് എറർ നമ്മൾ ആ രൂപത്തിൽ നോക്കിയിട്ട് നമുക്ക് ഓരോ കേസിലും എങ്ങനെയാ വരുന്നത്. അപ്പോൾ ഓൾ ദ പാരിറ്റി ഇക്വേഷൻ കണ്ടെയ്നിങ് ബിറ്റ് 1 ആർ സാറ്റിസ്ഫൈഡ് ഹെൻസ് ദ ഫസ്റ്റ് ബിറ്റ് ഈസ് ഡീകോഡഡ് ആസ് 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 വെച്ചിട്ട് നമ്മൾ അതിനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ നേരത്തെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആ സെറ്റുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അത് 0 ആയിരുന്നു. ബട്ട് ഡ്യൂറിങ് ദ ട്രാൻസ്മിഷൻ എന്ത് സംഭവിച്ചതാണ്? എറർ സംഭവിച്ചതാണ്. അതിനെ നമുക്ക് ഡീകോഡ് ചെയ്തിട്ട് 0 എന്ന് എടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ പോകുന്നു. 2 ട്രാൻസ്മിഷൻ എറർ കേസ് ആണ്. 2 ട്രാൻസ്മിഷൻ എറർ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 ബിറ്റുകൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ആലി എന്ന മ്യൂട്ട് ചെയ്ത അവിടെ നിന്നാണ് സൗണ്ടും തോന്നുന്നുണ്ട്. ഓക്കെ, 2 ബിറ്റ്സ്, അതായത് അവിടെ നോക്കുക, ട്രാൻസ്മിറ്റഡ് ബിറ്റിൽ ഫസ്റ്റ് 2 ബിറ്റ്സ് റിസീവ് ചെയ്തപ്പോൾ 1 ആയിട്ടുണ്ട്. നമുക്കറിയില്ല, നമുക്ക് റിസീവ്ഡ് ബിറ്റാണ് നമുക്ക് കിട്ടുക. ആക്ച്വലി എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുന്നതുകൊണ്ട് ഈ 2 ബിറ്റിലും എറർ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് വരക്കണം. നമ്മളെ എന്താ വരക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഡ് പാരിറ്റി ചെക്ക് സെറ്റ് വരക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ട്രീ വരക്കാം. അത് ഈ പ്രോബ്ലത്തിന് വരക്കണം. എന്നിട്ട് നമ്മൾ നോക്കുകയാണ്, ഇനി അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് നമുക്ക് പാരിറ്റി ചെക്കിന്റെ കണ്ടീഷൻസ് നോക്കുമ്പോൾ ഏതൊക്കെ വയലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ ഇവിടെ ഇത് വയലേറ്റ് ചെയ്യും, കാരണം 1 2 2 ബിറ്റ് ഫസ്റ്റത്തെ 2 ബിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല, ഇത് വയലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഇത് വയലേറ്റ് ചെയ്യൂല. ഓക്കെ, ഇത് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ, ഇതെല്ലാം കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷെ ഇത് വയലേറ്റ് ചെയ്യും.
ഇത് കറക്റ്റായിട്ട് ഓക്കെ, ഇത് വയലേറ്റ് ചെയ്യും കാരണം 2 ഉണ്ട്. ഓക്കെ, ഇത് കറക്റ്റായിരിക്കും, ഇത് കറക്റ്റായിരിക്കും, ഇത് കറക്റ്റായിരിക്കും, പക്ഷെ ഇത് വയലേറ്റ് ചെയ്യും, ഇതും വയലേറ്റ് ചെയ്യും, ഇത് കറക്റ്റായിരിക്കും, ഇതും കറക്റ്റായിരിക്കും, ഇതും കറക്റ്റായിരിക്കും. അതായത് 1 എന്ന് പറയുന്ന സെറ്റ്, അതുപോലെ തന്നെ പിന്നെ ഏത് സെറ്റ് വരുന്ന അടുത്തത് 6, 7, 1, 6, 7, അതുപോലെ തന്നെ 11, 12, ഇത്രയും സെറ്റുകൾ എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ സെറ്റുകളും പാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഫസ്റ്റ് 2 ബിറ്റിലാണ് എറർ സംഭവിച്ചത് എങ്കിൽ നമുക്കറിയില്ല, അവിടെയാണ് എറർ സംഭവിച്ചെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കും, എല്ലാ സെറ്റും ചെക്ക് ചെയ്ത് നോക്കും, ഏതൊക്കെയാണോ പാരിറ്റി ചെക്ക് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതിൽ ഏത് എറർ സംഭവിച്ചെന്ന് പറയാനായിട്ടില്ല, ഏതൊക്കെയാണ് ഇപ്പൊ നമുക്കറിയില്ല. നമ്മളിപ്പോ വെറുതെ ഈ 1, 2, 3, 4ന്റെ കേസ് അറിയില്ലെന്ന് വിചാരിച്ചോ, ഫസ്റ്റ് 2 ബിറ്റാണ് നമുക്ക്, പിന്നെ ഫസ്റ്റ് 2 ബിറ്റാണ് ചെക്ക് എന്താണ് എറർ വരുന്നത് എന്ന് നമുക്കറിയില്ല. റിസീവർ സൈഡിനെ സംബന്ധിച്ചിടത്തോളം റിസീവർ ഓരോന്നും ചെക്ക് ചെയ്യുന്നു, ഓക്കെ ഇത് ശരിയാണ്, ചിലപ്പോൾ ഇത് തെറ്റാണ്, അങ്ങനെ ഓരോന്ന് നോക്കുന്നു. അപ്പൊ എന്നിട്ട് തെറ്റായിട്ടുള്ള കേസുകൾ മാത്രം, വയലേറ്റ് ചെയ്യുന്ന കേസുകൾ മാത്രം എടുക്കും. ഇനി ആ വയലേറ്റ് ചെയ്യുന്ന കേസുകൾ എടുത്തിട്ട് നമ്മൾ പറയാൻ പോകണം. ആദ്യം നമ്മൾ പിന്നെ ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇറ്ററേഷനിൽ എല്ലാം 1 വരുന്ന എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പോൾ ഈ ഫസ്റ്റ് 1 വരുന്ന സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓഫ് ദ 3 പാരിറ്റി ചെക്ക്, അതായത് 6ഉം 11ഉം എന്ത് ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം 1 എന്ന് പറയുന്ന ബിറ്റിന് നേരത്തെ നമ്മൾ കണ്ടതാണ്, 1 എന്നുള്ള ബിറ്റിന് ഈ 2 സെറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, വയലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ പാരിറ്റി ചെക്ക് 1 എന്ത് ചെയ്യും, ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ഇവിടെ അതിന്റെ സംഭവം എന്ന് വെച്ചാൽ 2 ബിറ്റ് ഒരേ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, അത് എന്തായി മാറും, ഈവനും ഓടും വ്യത്യാസം ഉണ്ടാവില്ലേ. നേരത്തെ സിറാജ് ചോദിച്ചില്ലേ, ഇപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് ഫസ്റ്റത്തെ ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഏതിലൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ഇവിടെ 2 ബിറ്റ് ഒരു സെറ്റിൽ തന്നെ മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഈവൻ ഓഡ് പാരിറ്റി കണ്ടീഷൻ ചിലപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. കാരണം 1ഉം 2ഉം മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറും. കാരണം 1, 1, 0, 0 എന്നാ വന്നത്, ഇതെന്തായി, ഈവൻ പാരിറ്റി ആയി. പക്ഷെ ആക്ച്വൽ 0, 0, 0, 0 ആയിരുന്നു, അതും ഈവൻ പാരിറ്റി ആണ്. പക്ഷെ ഇവിടെ എറർ വന്നിട്ടുണ്ട്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടാണ് കിട്ടുക. പക്ഷെ നേരെ മറിച്ച് ഇതെന്ത് കിട്ടും, ഇത് രണ്ടും വയലേറ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഓക്കെ, ഇത് രണ്ടും വയലേറ്റ് ചെയ്യുന്നതായിട്ട് കിട്ടും. മനസ്സിലാകണ്ടോ? ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ നമ്മൾ ഈ പാരിറ്റി ചെക്കിൽ 1ന്റെ 6, 11, 1 വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഈ 6ഉം 11 മാത്രം വയലേറ്റ് ചെയ്യുന്ന 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പൊ മെജോറിറ്റി പാരിറ്റി ചെക്ക് സെറ്റ്, ഈ വയലേറ്റ് ചെയ്യുന്ന മെജോറിറ്റി കണ്ടെയ്ൻ ചെയ്യുന്ന ബിറ്റ് ഏതാണ്? ഇപ്പം ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഈ കേസിൽ ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് വയലേറ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ബിറ്റിലും എറർ വന്നതുകൊണ്ട് ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി അവിടെ എറർ സംഭവിച്ചിട്ടുണ്ട്, എറർ ഉണ്ട്, പക്ഷെ നമുക്ക് ആ എറർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സെറ്റിൽ തന്നെ 2 എന്ത് ചെയ്തു, വയലേറ്റ് ചെയ്യുന്നത് 2 വന്നതോടുകൂടി അത് ആ പാരിറ്റി കണ്ടീഷൻ മാറുകയാണ്. ശരിക്കും അത് ഈവനായി മാറും. അത് എറർ സംഭവിച്ചെങ്കിൽ പോലും അത് ഈവൻ തന്നെയായിട്ട് റിമെയിൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് എറർ ഇല്ല എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് കിട്ടുക. എന്നാൽ ഇവിടെ നമുക്ക് വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ വയലേറ്റ് ചെയ്യുന്ന 2 കേസിലും മെജോറിറ്റി അല്ലെങ്കിൽ അതിൽ 2ലും കോമൺ ആയിട്ടുള്ളത് ആരാണ്, 1 ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തതിലും 1 എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ 1 എന്ന് പറയുന്ന ബിറ്റ് 1 ഈ 2 കേസിലും 1 ആണുള്ളത് എങ്കിൽ ഈ 2 കേസിലും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ 1 എന്ന് പറയുന്ന ബിറ്റ് എന്തായിരിക്കും, അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ബിറ്റാണ്, ഈ 1 അല്ലാത്ത ഇതിൽ 5ഓ 9ഓ 13ഓ അല്ലെങ്കിൽ 6ഓ 12ഓ 18ഓ ആണ് എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ സെറ്റുകൾ എന്താവണമായിരുന്നു, വയലേറ്റ് ചെയ്യണമായിരുന്നു. വേറെ ഒരു സെറ്റും വയലേറ്റ് ചെയ്യാതെ ഇത് മാത്രമാണ് വന്നത് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ അവിടെ 1 മാത്രമാണ് എന്തുള്ളത്, പ്രശ്നക്കാരൻ. കാരണം അതിൽ മെജോറിറ്റി 2ലും കോമൺ ആയിട്ടുള്ളത് ആരാണ്, 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ 1 എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്യാം. അപ്പോൾ സിൻസ് മെജോറിറ്റി ഓഫ് ദ പാരിറ്റി ചെക്ക് സെറ്റ് കണ്ടെയ്നിങ് ബിറ്റ് 1 ആർ വയലേറ്റഡ്, ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ബിറ്റ് ഈസ് ആൻ എറർ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ബിറ്റ് എറർ ആവാനുള്ള ഒരു സ്ട്രോങ് പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബിറ്റിനെ 1നെ 0 ആക്കി മാറ്റി. ഫസ്റ്റ് ബിറ്റ് നേരത്തെ ഉള്ള 1നെ 0 ആക്കി, എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാന്നു, കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ പാരിറ്റി കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ബിറ്റിന്റെ
ഇതിൽ നമ്മൾ ഫസ്റ്റ് ബിറ്റിനെ ഫസ്റ്റ് ഈ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് ഫസ്റ്റ് ബിറ്റ് ആണ്. എന്നിട്ട് ആ ഫസ്റ്റ് ബിറ്റിനെ നമ്മൾ 1നെ 0 ആക്കി മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഈ സംഭവം എന്ത് ചെയ്യും? കാരണം ഇത് കറക്റ്റ് ആവും, ഇതും എന്താവും? കറക്റ്റ് ആവും. പക്ഷെ ഇതെന്താവില്ല, ഇത് വയലറ്റ് ചെയ്യും. അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. കാരണം ഇത് രണ്ടും വയലറ്റ് ചെയ്യും. ഫസ്റ്റ് എന്ത് ചെയ്യില്ല, ഫസ്റ്റ് ഇപ്പോ നേരത്തെ 1100 ഉണ്ടായിരുന്നത് അത് എറർ ആക്ച്വൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് 0000 ആണ്. പക്ഷേ എന്നിട്ടും തെറ്റിയിട്ട് പോലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള സെറ്റിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി 1 എന്ത് ചെയ്തിട്ടുണ്ട്, 1 അല്ല, അവിടെ പകരം 0 ആയിരുന്നു. അപ്പൊ 0100 ആക്കുന്നതോടുകൂടി ഈ പറയുന്ന കേസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ ഈ കേസ് എന്ത് ചെയ്തു, അത് വയലേറ്റ് ചെയ്തു. അങ്ങനെ വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയാൻ പറ്റും എന്ത്, അപ്പോ പാരിറ്റി ചെക്ക് 6ഉം 11ഉം സാറ്റിസ്ഫൈ ചെയ്തു, 1 ഫെയിലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് ഐറ്ററേഷൻ എന്ത് ചെയ്യാം, ഈസ് നോട്ട് സഫീഷ്യന്റ് ടു കറക്റ്റ് ദ എറേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഐറ്ററേഷൻ എന്തല്ല, നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഈ ചേഞ്ച് ചെയ്ത് ഫ്ലിപ്പ് ചെയ്ത്, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഒന്നാമത്തെ കേസിൽ എന്ത് ചെയ്തു, ഇന്ന സ്ട്രോങ് പോസിബിലിറ്റി കണ്ടെത്തി ആ പോസിബിലിറ്റി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫ്ലിപ്പ് ചെയ്തപ്പോൾ ബാക്കി എല്ലാ പാരിറ്റി ചെക്ക് സെറ്റുകളും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിർത്താം, അത് കറക്റ്റായി ഡീകോഡ് ചെയ്തെന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴും പാരിറ്റി ചെക്ക് സെറ്റ് കറസ്പോണ്ടിങ് ടു 6 and 11 ആർ സാറ്റിസ്ഫൈഡ്, ബട്ട് ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 1 ഈസ് ഫെയിൽഡ്. അതുകൊണ്ട് തന്നെ ദിസ് ട്രയൽ അല്ലെങ്കിൽ ദിസ് ഫസ്റ്റ് ഐറ്ററേഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ് ടു കറക്റ്റ് ദ എറേഴ്സ്. ഓക്കെ. അപ്പൊ ഇനി വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ഐറ്ററേഷൻ കൂടെ നടത്തണം. ഒന്നാമത്തെ ഇപ്പോഴും ഒരു സെറ്റ് ഇപ്പോഴും എന്താണ് ഇവിടെ ഫെയിലിയർ ആയിട്ട് കിടക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഐറ്ററേഷനിൽ വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നു, ചെക്ക് പാരിറ്റി ചെക്ക് സെറ്റ് കണ്ടെയ്നിങ് ബിറ്റ്സ് ഇൻ ദ ഫസ്റ്റ് ടയർ ഓഫ് ദ പാരിറ്റി ചെക്ക് ട്രീ ടു സീ ഇഫ് ദേ ആർ സാറ്റിസ്ഫൈഡ്. അതായത് പാരിറ്റി ചെക്സിൽ നമ്മൾ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഈ സെക്കൻഡ് ടയറിൽ വരുമ്പോൾ ഇതിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ അതിന്റെ ഇപ്പൊ 3 വരുമ്പോൾ അതിൽ 840 813 വരും. നോക്കുകയാണെങ്കിൽ ഇതിൽ ബാക്കിയുള്ള ഓരോ കേസിലും ഇതിന്റെ എവിടെയാണ് വരുന്നത് നോക്കുക. അപ്പൊ ഇതിലൊക്കെ നോക്കണം. ഇപ്പൊ 3 ഇപ്പം നമുക്കിപ്പോ ഇതിലാണ് ഇപ്പൊ ഫെയിലിയർ കിടക്കുന്നത്. അപ്പൊ ഇനി ഇതിൽ ഈ സെക്കൻഡ് ബിറ്റ് ചേഞ്ച് ആയതുകൊണ്ട് വേറെ ഏതൊക്കെയാണ്, സെക്കൻഡ് ബിറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതുണ്ടാവും, ഇവിടെ പ്രശ്നം ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്തുണ്ടാവും, ഈ സെക്കൻഡ് ബിറ്റിന്റെ കേസിൽ 2 വരുന്ന അടുത്ത കേസ് ഉണ്ടാവും, ഇത് കേസ് ഉണ്ടാവും. അതുപോലെ തന്നെ 2 വരുന്ന ഈ ബിറ്റിലും പ്രശ്നം വന്നിട്ടുണ്ടാവും. കാരണം ഇത് കറക്റ്റായിട്ട് നിൽക്കൂല, ഇതും ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ആ സെറ്റുകൾ കൂടെ ഒന്നുകിൽ പിന്നെ നമ്മളെ പാരിറ്റി ചെക്ക് ട്രീയിൽ നമുക്ക് നോക്കാം. പാരിറ്റി ചെക്ക് ട്രീയിൽ നോക്കുകയാണെങ്കിൽ ഒരു 3ന്റെ ആ പാത്ത്, അതുപോലെ തന്നെ 4ന്റെ പാത്ത്, ഓരോ പാത്ത് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഏതൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യാത്തത് നോക്കിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് അതിൽ കിട്ടുക ഈ പാരിറ്റി ചെക്കില് പിന്നെ ഈ 7ഉം 12ഉം പറയുന്ന ഈ സെക്കൻഡ് ബിറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന 7ഉം 12ഉം എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ 7ഉം 12ഉം ഉള്ള കോമൺ ആയിട്ടുള്ളത്, ഇവിടെ പറയുന്ന 7ഉം 12ഉം കോമൺ ആയിട്ടുള്ളത് നോക്കാം. ഈ 7ലും 12ലും കോമൺ ആയിട്ടുള്ളത് ആരായിരിക്കും, ഈ 2 എന്ന് പറയുന്ന ബിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്ന ബിറ്റിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കും. 2 എന്ന് പറയുന്ന ബിറ്റ് ഇപ്പൊ ആക്ച്വലി ഉള്ളത് നമുക്ക് റിസീവറിൽ 1 ആണുള്ളത്, അതിനൊന്ന് 0 ആക്കി നോക്കും. അതിനൊന്ന് 0 ആക്കുന്നതോടുകൂടി ഇതും കറക്റ്റായി, ഒന്നാമത്തെ കണ്ടീഷനും കറക്റ്റായി. അപ്പോൾ ആ ഓരോ ഫ്ലിപ്പിംഗ് കഴിഞ്ഞാലും നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഈ ഫ്ലിപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് 3 അഥവാ സെക്കൻഡ് ഐറ്ററേഷന് ശേഷം നമ്മൾ അത് 2 കോമൺ ഫോർ ഓൾ ദീസ് 3 പാരിറ്റി ചെക്ക് ആൻഡ് സെറ്റ് ആസ് വെൽ ആസ് ദ പാരിറ്റി ചെക്ക് 1. അതായത് ഈ 7 എന്ന് പറയുന്നതിലും 12 എന്ന് പറയുന്നതിലും അതിന് പുറമെ 1 എന്ന് പറയുന്ന സെറ്റിലും ഇതിൽ 3ലും 2 കോമൺ ആണ്. ഈ 2 ആണ് ആകാനുള്ള ചാൻസ്. അപ്പൊ അതിനുശേഷം നമ്മൾ ആ 2നെ എന്ത് ചെയ്തു, ഹെൻസ് ദർ ഇസ് എ സ്ട്രോങ് പോസിബിലിറ്റി ദാറ്റ് ദ സെക്കൻഡ് ബിറ്റ് ഇസ് എൻ എറർ. അങ്ങനെയാണെങ്കിൽ ആ 2 എന്ന് പറയുന്ന ബിറ്റാണ് എറർ ആവാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ സെക്കൻഡ് ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു 1നെ 0 ആക്കിയിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്തു. സിൻഡ്രോം കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ ചെക്ക് വെദർ പാരിറ്റി കൺസെന്റ് സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ നോക്കുമ്പോൾ എല്ലാ പാരിറ്റി ചെക്ക് സെറ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നൗ വി ചെക്ക് ദ പാരിറ്റി ചെക്ക് സെറ്റ്സ് അറ്റ് 0 ടയർ. ഇനി ബാക്കി കംപ്ലീറ്റ് നേരത്തെ ഉള്ള നമ്മൾ ഇതിലുള്ള ഓരോ പാത്തും, ഈ ടയർ എന്ന് പറയുന്നത് നമ്മൾ ഇത് എന്തിനാ വെച്ചാൽ ഇങ്ങനെ ഇതുണ്ടാകും, നമ്മളിപ്പോ ചെക്ക് ചെയ്ത് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ നോക്കണ്ട, ഇത് നോക്കുക, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം, ഈ കണ്ടീഷൻ എല്ലാ കണ്ടീഷനും നോക്കിയിട്ട് ഇവിടെ റെഡി ആണോ നോക്കുക, ഏതെങ്കിലും ചിലത് തെറ്റുണ്ടാവും. അങ്ങനെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കംപ്ലീറ്റ് ശരിയാണ് എങ്കിൽ
നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ എന്ത് വന്നിട്ടുള്ള നമ്മളിപ്പോ ചേഞ്ച് ചെയ്തിട്ടില്ല. ആദ്യം നമ്മൾ ഫസ്റ്റ് ബിറ്റിന് ഒരു സ്റ്റെപ്പിൽ ചേഞ്ച് ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ ബിറ്റിനെയും കൂടെ നമ്മൾ ഒരു സ്റ്റെപ്പിൽ ചേഞ്ച് ചെയ്തു. അതോടുകൂടി കംപ്ലീറ്റ് ടയറുകൾ എന്താണ് ഈ പാരിറ്റി ചെക്ക് ട്രീയുടെ കംപ്ലീറ്റ് ടയറുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് പാരിറ്റി ചെക്ക് സെറ്റ് ഇവിടെ വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ബിറ്റിനെ മാറ്റിക്കഴിഞ്ഞ് എന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഓൾ ദ പാരിറ്റി ചെക്ക് സെറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ടയർ ആർ സാറ്റിസ്ഫൈഡ്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ അതായത് കംപ്ലീറ്റ് സെറ്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റും സെക്കൻഡും ബിറ്റുകൾ നമ്മൾ കറക്റ്റ് ചെയ്തതോടുകൂടി കംപ്ലീറ്റ് ടയറുകൾ നമുക്ക് എന്ത് ചെയ്തു, അതായത് കംപ്ലീറ്റ് ടയർ എന്ന് വെച്ചാൽ എല്ലാ പാത്തുകളും. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് ഇതാണ്, ഈ സെക്ഷനെയാണ് നമ്മൾ ഫസ്റ്റ് ടയർ എന്ന് പറയും. ഇതൊക്കെയാണ് സെക്കൻഡ് ടയറുകൾ. അപ്പൊ 2 ലെവലായിട്ടാണ് ഇത് പോവുക. അപ്പൊ ഈ കംപ്ലീറ്റ് ലെവലുകളിലും ഇതെല്ലാം ഓക്കെ ആണ് ഇപ്പോ ചെയ്തപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മളെ ഈ കറക്റ്റ് ചെയ്ത നമ്മളെ പരിപാടി കഴിഞ്ഞു. അതായത് നമ്മളിപ്പോ 2 ബിറ്റിനെയാണ് ഫ്ലിപ്പ് ചെയ്തത്. ഫസ്റ്റ് ബിറ്റിനെയും ഫ്ലിപ്പ് ചെയ്തു, സെക്കൻഡ് ബിറ്റിനെ ഫ്ലിപ്പ് ചെയ്തു. അതോടുകൂടി കംപ്ലീറ്റ് എറർ പോയി. എല്ലാം കണ്ടീഷൻ ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ്. അഥവാ നമ്മൾ ഡീകോഡ് ചെയ്ത് കറക്റ്റ് ആണ്. 1 0 ആയിട്ടാണ് വരേണ്ടത്, രണ്ടാമത്തെ 1 0 ആയിട്ടാണ് വരേണ്ടത്, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ആക്ച്വൽ ട്രാൻസ്മിറ്റഡിൽ നിന്ന് നമുക്ക് റിസീവ്ഡ് വെക്ടർ കിട്ടിയ ബിറ്റിൽ നിന്ന് റിസീവ്ഡ് സിഗ്നലിൽ നിന്ന് നമുക്ക് ട്രാൻസ്മിറ്റഡ് സിഗ്നലിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ the decoder computes all the parity checks and then changes any bit that is contained more than some pixels. അതിന്റെ ജസ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ആണോ ഈ പറഞ്ഞ കാര്യങ്ങൾ? നമ്മള് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇതില് ബിറ്റ് ഫ്ലിപ്പിംഗ് അൽഗോരിതം എന്ന് പറയും. 2 കേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 ട്രാൻസ്മിഷൻ എറർ കേസ്, 2 ട്രാൻസ്മിഷൻ എറർ കേസും. ആദ്യം ഒരു LDPC കോഡ് ചെയ്യുമ്പോൾ അതിന് പാരിറ്റി ചെക്ക് മെട്രിക്സ് ഉണ്ടാകും. അതിന്റെ കോളം വെയിറ്റും റോ വെയിറ്റും കറക്റ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുക. ആ മെട്രിക്സ് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാരിറ്റി ചെക്ക് സെറ്റ് ഉണ്ടാക്കണം. പാരിറ്റി ചെക്ക് സെറ്റ് എന്താന്ന് പറഞ്ഞു. ആ പാരിറ്റി ചെക്ക് സെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പാരിറ്റി ചെക്ക് ട്രീ ഉണ്ടാക്കണം. പാരിറ്റി ചെക്ക് സെറ്റ് ട്രീ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഡീകോഡ് ചെയ്യുക. ഓക്കെ. അത് 2 കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? ചെയ്ത് നോക്കണം, അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു എക്സാമ്പിൾ ഇതേപോലെ എടുത്തിട്ട് നിങ്ങൾ തിയറി ആയിട്ട് എക്സാമിന് വരുവാണെങ്കിൽ ഇപ്പൊ ഡീകോഡിങ് ചിലപ്പോൾ അങ്ങനെ പറയുള്ളൂ, എക്സ്പ്ലെയിൻ ദ ഡീകോഡിങ് ഓഫ് LDPC കോഡ്സ്, അത്ര മാത്രമേ ചിലപ്പോൾ ചോദിക്കുള്ളൂ. അപ്പോൾ നമുക്ക് LDPC കോഡ് ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം? വെറുതെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യണം. ഈ ഇൻഫർമേഷൻ തിയറി അതുപോലെ കോഡിംഗ് തിയറി ഒക്കെ വേണമെങ്കിൽ പ്രോബ്ലം കംപ്ലീറ്റ് ചോദിക്കാം, തിയറി കംപ്ലീറ്റ് ചോദിക്കാം, മിക്സ് ചെയ്ത് ചോദിക്കാം. സിലബസിൽ അങ്ങനെ വെയിറ്റേജ് ഒക്കെ ഉണ്ടാകും, പക്ഷേ ചിലപ്പോൾ തിരിച്ചൊക്കെ സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഏതൊരു ടോപ്പിക്കും നമ്മൾ അതിൽ നിന്ന് പ്രോബ്ലം ചെയ്യാനും അത് അഥവാ തിയറി ആയിട്ട് വരുവാണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന വിധത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ട് പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇത് റെക്കോർഡ് ക്ലാസിന്റെ ലിങ്കാ അതോ റെക്കോർഡ് ചെയ്യുന്ന ലിങ്ക? അത് ഞാൻ ഇവക്ക് കൊടുത്തിരുന്നല്ലോ, നമ്മളെ പിന്നെ ആലിയക്കാർക്ക് ഒരാൾക്ക് ഞാൻ കൊടുത്തിരുന്നല്ലോ നമ്മുടെ യൂട്യൂബ് ഈസി എന്താ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നാ സ്റ്റോപ്പ് ചെയ്യല്ലേ? പിന്നെ എക്സാം നടത്തണം കേട്ടോ. നിങ്ങൾ സെക്കൻഡ് സീരീസ് നടത്തിയോ?